CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നിപ്പോൾ ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് PV അൻവർ ഉന്നയിച്ച P ശശിക്കെതിരേക്ക് ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ ഉള്ള അക്കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഉണ്ട്. ഒപ്പം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതും ഇന്ന് തുടരുമെന്നുള്ള വാർത്തകളൊക്കെയുണ്ട്. ഹരി, ഇന്നിപ്പോൾ തലസ്ഥാന നഗരം അത്തദിനമാണെങ്കിൽ പോലും ഒരുപാട് രാഷ്ട്രീയ വാർത്തകളാൽ വളരെ ഗൗരവകരമായ വാർത്തകൾ വരുന്ന ഒരു ദിവസം തന്നെയാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയായിരിക്കും ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന്? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് കഴിഞ്ഞ ദിവസം PV അൻവർ MLA MV ഗോവിന്ദനെ കണ്ട് ഒരു തന്റെ പരാതി ബോധിപ്പിക്കാൻ വേണ്ടി എത്തുകയും അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടതുമൊക്കെ ഒരു വലിയ ബഹളം തന്നെയായിരുന്നു. അന്ന് നൽകിയിട്ടുള്ള പരാതി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തീരുമാനം എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇങ്ങനൊരു പരാതി തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ധരിപ്പിക്കും. അത് എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്? അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടിക്ക് പുറത്തുള്ളതാണെങ്കിൽ പോലും P ശശിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. പാർട്ടിക്കകത്ത് തന്നെ അത് ചർച്ച ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് പരിശോധിക്കേണ്ടത്, എങ്ങനെയാണ് അക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പക്ഷേ അതേസമയം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അത് സർക്കാരിന് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ആ പരാതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി പിന്നീട് പരിശോധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരേ പരാതികൾ രണ്ട് നിലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വരിക. എന്തായാലും ഇന്ന് PV അൻവറിന്റെ പരാതി കൃത്യമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് വാർത്ത. മറ്റൊന്ന് CPI നിർവാഹക സമിതിയാണ്. ഇന്നലെയും നിർവാഹക സമിതി നടന്നിരുന്നു. പക്ഷേ ഇന്നലെ മുന്നണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് വന്നില്ല. ഇന്ന് വീണ്ടും നിർവാഹക സമിതി ചേരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് ഈ പറയുന്ന PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം. അത് മുന്നണിയെ ഏത് തരത്തിൽ ബാധിച്ചു? PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാരിന് മേൽ കളങ്കം ചാർത്തിയോ, അത് മുന്നണിയെ ബാധിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർവാഹക സമിതിയിലേക്ക് ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ മുകേഷിന് ഇന്നലെ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. മുകേഷ് ഇന്നലെ മുതൽ അണ്ടർഗ്രൗണ്ടിലാണെന്ന് പറയേണ്ടി വരും. കാരണം പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഫേസ്ബുക്കിൽ കൃത്യമായി പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതൊരു പക്ഷേ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ കൊല്ലത്തോ ആയിരിക്കും. അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉണ്ടായിരുന്നു. അത് തലസ്ഥാന നഗരിയെ യുദ്ധക്കളമാക്കിയിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായി KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം പങ്കെടുക്കുന്ന KPCCയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറയുന്ന അതേ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന മാർച്ച് ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജിൽസി.